ഹലോ ഗൈസ്, സൈലൻ എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ വളരെ പോപ്പുലർ ആയിട്ടൊരു നമ്പറാണ് 115. നമ്മുടെ ഡിഫെൻഡിങ് ചാമ്പ്യൻസായ മാഞ്ചസ്റ്റർ സിറ്റിയോട് ചേർത്താണ് 115 എന്ന് പറയുന്ന നമ്പർ വളരെ പോപ്പുലർ ആയത്. അവർ നേടിയ ഗോളുകളുടെ എണ്ണമോ അല്ലെങ്കിൽ പോയിന്റ്സിൻ്റെ എണ്ണമോ ഒന്നും അല്ല അത്. പ്രീമിയർ ലീഗിലെ സാമ്പത്തിക നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രീമിയർ ലീഗ് തന്നെ ചാർത്തിയ അല്ലെങ്കിൽ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ അല്ലെങ്കിൽ ചാർജസിൻ്റെ എണ്ണമാണ് 115 എന്ന് പറയുന്നത്. 2009-2010 സീസൺ തൊട്ട് 2017-18 സീസണിൻ്റെ അവസാനം വരെയുള്ള ടൈം ഫ്രെയിമിലാണ് ഈ സാമ്പത്തിക നിയമലംഘനങ്ങളെല്ലാം പ്രീമിയർ ലീഗ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, 2008 അതായത് ഈ ടൈം ഫ്രെയിം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് ഷെയ്ഖ് മൻസൂദിൻ്റെ നേതൃത്വത്തിൽ അബുദാബി യുണൈറ്റഡ് ഗ്രൂപ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. സോ ഫെബ്രുവരി 2023 പ്രീമിയർ ലീഗ് ഇത്രയും ചാർജസ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരെ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ചാർജ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ചാർജസ് ഒക്കെ വന്ന വഴി ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ത്, അതിൻ്റെ കറണ്ട് ടൈം ലൈൻ എന്താണ്, ഫ്യൂച്ചർ എൻഡിങ് എന്തൊക്കെയാകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഡിസംബറിൽ ആരംഭിച്ച് 2023 ഫെബ്രുവരി വരെ നീണ്ടു നിന്നിരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു പ്രീമിയർ ലീഗ് നടത്തിയിരുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ശേഷമാണ് ഈ 115 ചാർജുകൾ ക്ലബിനെതിരെ ആരോപിക്കുന്നത്. ഈ 115 ചാർജസ് തരം തിരിച്ച് തന്നെ പറയേണ്ടതുണ്ട്. അതിൽ 54 ചാർജ് എന്ന് പറയുന്നത് ഈ ടൈം ഫ്രെയിമിൽ തന്നെ, അതായത് നേരത്തെ പറഞ്ഞ 2009 തുടങ്ങി 2018 വരെയുള്ള ടൈം ഫ്രെയിമിൽ കറക്റ്റായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ക്ലബിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ പ്രീമിയർ ലീഗിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ക്ലബിന് കഴിഞ്ഞില്ല. അതാണ് ഈ 54 ചാർജസ്. പിന്നെ ഒരു 14 ചാർജസ് എന്ന് പറയുന്നത് പ്ലെയേഴ്സിൻ്റെയും കോച്ചുമാരുടെയും ശമ്പളത്തെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ മുഴുവനായി പ്രീമിയർ ലീഗിനെ ഏൽപ്പിക്കാൻ ക്ലബിന് കഴിഞ്ഞില്ല ഇതേ ടൈം ഫ്രെയിമിൽ. പിന്നെ ഒരു 5 എണ്ണം UEFA ഫെയർ പ്ലേ റൂൾ തെറ്റിച്ചു എന്നുള്ളതാണ്, ഫിനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾ തെറ്റിച്ചു എന്നുള്ളതാണ്. അത് 2013 തുടങ്ങി 2018 വരെയുള്ള കാലയളവാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ ഒരു 5 എണ്ണം ഉണ്ട്. പിന്നെ ഒരു 7 എണ്ണം പ്രീമിയർ ലീഗിൻ്റെ PSR തെറ്റിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ UEFA കാര്യം പറയുമ്പോൾ ഫെയർ പ്ലേ പോളിസി പറയുന്ന പോലെ തന്നെയാണ് പ്രീമിയർ ലീഗിൻ്റെ കാര്യം വരുമ്പോൾ ഇവിടെ പേര് മാറുന്നു. പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് എന്നാണ്, PSR. അതാണ് തെറ്റിച്ചത്. അതിൻ്റെ കാലയളവ് പറയുന്നത് 2015-16 സീസൺ തൊട്ട് 2017-18 സീസൺ വരെ അതും തെറ്റിച്ചതായിട്ട് പറയുന്നുണ്ട്. സോ അതിൻ്റെ പേരിലൊരു 7 എണ്ണം. അങ്ങനെ ടോട്ടൽ 80 ഫിനാൻഷ്യലി റിലേറ്റഡ് ചാർജസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പ്രീമിയർ ലീഗ് ആരോപിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിക്കും ബാക്കി 35 എണ്ണം എവിടെയെന്നുള്ളത്. ഈ 2018 ഡിസംബറിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചപ്പോൾ തൊട്ട് 2023 ഫെബ്രുവരി പ്രീമിയർ ലീഗ് ഈ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കുന്നവരെ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് ഈ അന്വേഷണത്തിനോട് സഹകരിക്കാതിരുന്നതിനാണ് 35 ചാർജുകൾ പിന്നെയും വന്നത്. അങ്ങനെ ടോട്ടൽ 115 ചാർജുകളാണ് ഇത്ര വർഷത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം പ്രീമിയർ ലീഗ് ചാർജ് ചെയ്തിരിക്കുന്നത് സിറ്റീനെ. ഇപ്പോൾ ഫെബ്രുവരി 2023 ഈ ചാർജസ് ഒഫീഷ്യലായി പ്രീമിയർ ലീഗ് അനൗൺസ് ചെയ്തെങ്കിലും നീണ്ട 20 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ സെപ്റ്റംബർ 16 ഇതിൻ്റെ ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ കോച്ചുമാരുടെ ശമ്പളത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുത്തില്ല എന്ന് പറയുന്നതിൽ എടുത്തു പറയേണ്ട ശരിക്കും ഒരു കോച്ചിൻ്റെ പേരാണ് റോബർട്ട് മാൻസിനി. 2009-10 സീസണിൽ സിറ്റിയിലേക്ക് വന്ന് 2012-13 സീസൺ വരെ സിറ്റിയിൽ നിന്ന് ഇറ്റാലിയൻ കോച്ചാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് സിറ്റിയുടെ ആ ഒരു തകർപ്പൻ പ്രീമിയർ ലീഗ് വിക്ടറി, ലാസ്റ്റ് ഡേ വിക്ടറി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, മഗ്വയറുടെ വിന്നിംഗ് ഗോളൊക്കെ. സോ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉയർന്നു കേൾക്കുന്ന റൂമർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു പരിധി വരെ ക്ലബ്ബ് കൊടുക്കുകയും ബാക്കിയുള്ള ശമ്പളം ഒരു ബാക്ക് ഹാൻഡ് ഡീലിലൂടെ മറ്റൊരു കൺസൾട്ടൻസി, തേർഡ് പാർട്ടി കൺസൾട്ടൻസി വഴി അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. സോ അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ചാർജസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. സോ ഈ ഫിനാൻഷ്യൽ ബ്രീച്ചസ് ഒക്കെ എങ്ങനെയാണ് പുറം ലോകത്തിന് മുന്നിലേക്ക് ഒരു ചർച്ചാ വിഷയമായത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ പിറകിൽ ഒരു ബ്യൂട്ടിഫുൾ ബാക്ക് സ്റ്റോറി തന്നെയുണ്ട്. ഇപ്പോൾ മാൻ സിറ്റിക്ക് വില്ലനായി അന്ന് 2015 ഫുട്ബോൾ ലീഗ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഫൗണ്ട് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് റൂയി പിൻഡോ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് കമ്പ്യൂട്ടർ മാസ്റ്റർ മൈൻഡാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റൂയി പെദ്രോ ഗൊൺസാൽവസ്
പിൻഡോ എന്നായിരുന്നു. അദ്ദേഹം ഒരു സെൽഫ് ടോട്ട് ഹാക്കർ എന്ന് തന്നെ പറയാം. സോ ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഫുട്ബോൾ ലീഗ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്തെ കാണാമറയത്തുള്ള സാമ്പത്തിക അഴിമതികളെല്ലാം സാധാ ഫുട്ബോൾ ഫാൻസിന് മുമ്പിൽ വെച്ച് നീട്ടുക അല്ലെങ്കിൽ വലിച്ചു തുറന്നു കാണിക്കുക എന്നുള്ളതായിരുന്നു ഫുട്ബോൾ ലീഗ്സിൻ്റെ ആ വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. സോ റൂയി പിൻഡോ ചെയ്തിരുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്ലബ്ബുകളുടെ ഇമെയിൽസ് ഹാക്ക് ചെയ്ത് അതിലുള്ള ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യും എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. എസ്പെഷ്യലി ട്രാൻസ്ഫർ ഫീസിൻ്റെ കാര്യമൊക്കെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഈ വലിയ വലിയ ഫുട്ബോൾ സ്റ്റാർസിൻ്റെ ടാക്സ് ഇൻവേഷനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതേപോലെ ഹാക്ക് ചെയ്തെടുത്തിരുന്നു, പുറം ലോകത്തിനോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ് ചില ക്ലബ്ബുകളുടെ സാമ്പത്തിക നടപടികളെക്കുറിച്ചും അദ്ദേഹം പുറത്തേക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അങ്ങനെ തന്നെയാണ് ഇതേ മാൻ സിറ്റിയുടെ ഇമെയിൽസും ഹാക്ക് ചെയ്ത് ലീക്ക് ചെയ്യുന്നത്. അത് പിന്നീട് ജർമ്മൻ വീക്ക്ലി മാഗസീനായ ദർ സ്പീഗൽ 2018, എനിക്ക് അവരുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല, ഡർ സ്പീഗൽ 2018 പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ആദ്യം UEFA ആണ് ആദ്യം യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പേരിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. FFP റൂൾസ് തെറ്റിച്ചു എന്നുള്ള മാൻ സിറ്റിക്കെതിരെയുള്ള ആരോപണത്തിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അവർ അന്വേഷണത്തിന് എടുക്കാനുള്ള കാരണം അവരുടെ മാൻ സിറ്റി സ്പോൺസർഷിപ്പ് ഡീൽസ് ഇൻഫ്ലേറ്റ് ചെയ്ത് പെരുപ്പിച്ച് കാണിച്ച് ആ ഗ്യാപ്പിലൂടെ ഓണർഷിപ്പിൽ നിന്നും കൂടുതൽ പണം ക്ലബിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു ആരോപണമായിരുന്നു അന്നത്തെ മെയിൽസിൽ നിന്നും ലീക്ക് ചെയ്ത് കിട്ടിയിരുന്നത്. 2020 UEFA ഒരു 2 വർഷത്തെ ബാനും സിറ്റിക്ക് കൊടുത്തിരുന്നു. മിക്ക പ്രീമിയർ ലീഗ് ഫാൻസിനൊന്നും ഓർമ്മ കാണും. പക്ഷേ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് കാസ് അവിടെ മാൻ സിറ്റി അപ്പീലിന് പോവുകയും ആ 2 വർഷത്തെ ബാൻ ഒഴിവാക്കുകയും ഒരു 10 മില്യൺ എങ്ങാണ്ടാണ് അവർ പിന്നെ ഫൈനൽ അടയ്ക്കേണ്ടി വന്നിരുന്നത്. സോ അന്ന് മാൻ സിറ്റി തടി ഊരിയതാണ്. സോ ഇനി ഈ 115 ചാർജസ്, പ്രീമിയർ ലീഗിൻ്റെ 115 ചാർജസിനുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെയും ഈ ഹിയറിങ്ങിനും നേരത്തെ കഴിഞ്ഞ യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇൻവെസ്റ്റിഗേഷനും വിധിയും ആ നടപടിക്രമങ്ങളുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. കാരണം നേരത്തെ വിധി വന്നതിന് ശേഷം മാൻ സിറ്റിക്ക് കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്ക് ഒരു അപ്പീലിന് പോകാൻ കഴിഞ്ഞിരുന്നു. അതുവഴിയാണ് അവർ അന്ന് 2 വർഷത്തെ ബാൻ എടുത്തു മാറ്റിയത്. പക്ഷേ എന്നാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ ക്ലബിനില്ല. കാരണം ഈ വിധി കേൾക്കുന്നത്, ഈ ഒരു ഹിയറിംഗ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നടപടിക്രമങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് ഏതെങ്കിലും കോർട്ടല്ല, പകരം ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്മീഷനാണ്. ഒരു 3 പേഴ്സൺ കമ്മീഷനാണ്, 3 പേരുകളും അനോണിമസ് ആണ്. സോ ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് ആകട്ടെ പ്രീമിയർ ലീഗിൻ്റെ ജുഡീഷ്യൽ പാനലാണ്. സോ ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം വളരെ സീക്രട്ടായിട്ടാണ് നടക്കുന്നത്. മീഡിയയ്ക്കോ പബ്ലിക്കിനോ ഒന്നും ഒരു എൻട്രിയും ഉണ്ടാവില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തേക്ക് വിടുകയില്ല. സോ സെപ്റ്റംബർ 16 ആരംഭിച്ച ഈ നടപടിക്രമങ്ങൾ 10 ആഴ്ചയോളം നീണ്ടു നിൽക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ 2 മാസത്തിന് മേലെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പ്രീമിയർ ലീഗിൻ്റെ അഡ്വക്കേറ്റ്സും ഉണ്ടാവും, മാൻ സിറ്റിയുടെ അഡ്വക്കേറ്റ്സും ഉണ്ടാവും ഹിയറിങ്ങിന്. സോ ഈ 10 ആഴ്ചകൾക്ക് ശേഷം ഉടനെ തന്നെ വിധി എന്തായാലും പ്രഖ്യാപിക്കില്ല. അതിനുശേഷം മേ ബി മാൻ സിറ്റിക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകുന്നൊരു അവസരം ഉണ്ടാകും. പക്ഷെ അപ്പീൽ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്കല്ല, പകരം പ്രീമിയർ ലീഗിൻ്റെ തന്നെ അപ്പീൽ പാനലുണ്ട്, ജുഡീഷ്യൽ അപ്പീൽ പാനലുണ്ട്, അവിടേക്കായിരിക്കും അത് അപ്പീലിന് പോവുക. സോ അതിനും ശേഷം ടൈം എടുത്തിട്ടൊക്കെയാണ് റിസൾട്ട് അല്ലെങ്കിൽ വിധി പുറത്തേക്ക് പറയുകയുള്ളൂ. സോ എനിക്ക് മാസങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ നടക്കുന്ന 2024-25 സീസൺ അവസാനിക്കുന്നതിന് മുമ്പെങ്കിലും റിസൾട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്. ഇനി മാൻ സിറ്റിയുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആരോപണങ്ങൾ തുടങ്ങിയ കാലം തുടങ്ങി അവർ പറയുന്നത് ഞങ്ങൾ ഇന്നസെൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അത് ബോർഡ് ഒഫീഷ്യൽസ് ആയാലും ശരി, ടീമിൻ്റെ ഹെഡ് കോച്ചായ പെപ് ഗാർഡിയോള ആയാലും ശരി, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഞങ്ങൾ ഇന്നസെൻ്റ് ആണ്. ഇപ്പോൾ ഈ അടുത്ത് പെപ് ഗാർഡിയോളയുടെ ഒരു പ്രതികരണം ഉണ്ടായത് 20 മാസങ്ങൾക്ക് ശേഷമാണല്ലോ ഈ ഒരു ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തുടങ്ങിയത് നന്നായി, പെട്ടെന്ന് ഇന്നസെൻസ് പ്രൂവ് ചെയ്യാലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ മാൻ സിറ്റിയും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ മറ്റ് പ്രീമിയർ ലീഗ് ക്ലബ്സും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം സിറ്റിക്ക് കിട്ടാൻ പോണ പണികൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുകയാണ് മറ്റുള്ള പ്രീമിയർ ലീഗ് ക്ലബ്സ് ആയാലും അവരുടെ ഫാൻസ് ആയാലും എല്ലാം. സോ എന്തൊക്കെ പോസിബിൾ റിസൾട്ട്സ് ആണ് മാൻ സിറ്റിയെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം.
അതിനെ നമുക്ക് രണ്ട് സബ് സെക്ഷനായിട്ട് തിരിക്കാം. ഒരു സബ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കമ്മീഷൻ വിധിക്കുകയാണ് മാൻ സിറ്റി കുറ്റക്കാരല്ല, ഒരു കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും സബ്മിറ്റ് ചെയ്യാൻ പ്രീമിയർ ലീഗിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവരെ കുറ്റവിമുക്തരാക്കി വിടാം. എല്ലാവരും മാൻ സിറ്റിയും ഹാപ്പി, പെപ് ഗാർഡിയോളയും ഹാപ്പി, പ്ലേയേഴ്സും ഹാപ്പി. ഇനി മറ്റൊരു സെക്ഷൻ മാൻ സിറ്റി കുറ്റക്കാരാണ് എന്ന് വിധിക്കുന്നു, 115 ചാർജസും ഉള്ളതാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ശിക്ഷാ നടപടികളാണ് ക്ലബ്ബ് മാൻ സിറ്റി നേരിടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഊഹം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഒരു കറക്റ്റായിട്ട് എവിടെയും എഴുതി വെച്ചിട്ടില്ല ഇന്നതേ കൊടുക്കാവൂ എന്നുള്ളതൊന്നും റൂൾ ബുക്കിൽ തൽക്കാലം ഇല്ല. കുറേ പോസിബിലിറ്റീസും ഉണ്ട് ഇതിനകത്ത്. അതിൽ ആദ്യത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് റെലഗേഷനാണ്. ഫസ്റ്റ് ഡിവിഷനിൽ നിന്ന് സെക്കൻഡ് ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിലേക്ക് കഴിഞ്ഞാൽ അതിനും താഴേക്ക് എങ്ങാനും റെലഗേറ്റ് ചെയ്ത് വിടാം. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെവി ഫൈൻസ്, നല്ല രീതിയിൽ സാമ്പത്തികമായ ഫൈൻസ് ഏർപ്പെടുത്തുക. നാലാമത്തെ ഓപ്ഷൻ സാങ്ഷൻസ് നടത്താം, ട്രാൻസ്ഫർ ബാൻ നടത്താം, അല്ലെങ്കിൽ യൂറോപ്യൻ പാർട്ടിസിപ്പേഷൻ ബാൻ നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താം. അഞ്ചാമത്തെ കാര്യം പോയിൻറ്റ്സ് ഡിഡക്ഷനാണ്. ഓൺഗോയിങ് സീസണിൽ നിന്ന് പോയിൻറ്റ്സ് വെട്ടിക്കുറയ്ക്കാം, അല്ലെങ്കിൽ അടുത്ത സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ വെട്ടിക്കുറയ്ക്കാം. അതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ഈ PSR പ്രോഫിറ്റബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് തെറ്റിച്ചതിൻ്റെ ഭാഗമായിട്ട് എവർട്ടണിനെയും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനും എല്ലാം ഇതേപോലെ പോയിൻറ്റ്സ് ഡിഡക്ഷൻ നൽകിയിരുന്നു. പക്ഷെ അവർക്ക് ഇത്രയും ചാർജസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരുടെ ഹിയറിങ്ങും വളരെ ക്വിക്കായിട്ട് തന്നെ അവസാനിച്ചിരുന്നു. പക്ഷേ മാൻ സിറ്റിക്ക് ഇത്രയും ചാർജസ് ഉള്ള കാരണമാണ് ഇത്രയും ടൈം എടുക്കുന്നത്. സോ അതേപോലെ പോയിൻറ്റ്സ് ഡിഡക്ഷൻ ആവാം. ഇനി ഇതൊന്നും അല്ലാതെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ, ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാലയളവിലെ ടൈറ്റിൽസ് എല്ലാം സ്ട്രിപ്പ് ചെയ്യാം അവരിൽ നിന്ന് എന്നൊരു ഓപ്ഷനും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറ്റുള്ള പ്രീമിയർ ലീഗ് ക്ലബ്സും ഫാൻസും എല്ലാം കാത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ടൈറ്റിൽസ് ഒരു ക്ലബിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണറപ്പായിട്ടുള്ളവർക്ക് ആ ടൈറ്റിൽ അവാർഡ് കൊടുക്കണമല്ലോ, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ. സോ ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുകയാണ് എന്താ റിസൾട്ടായിരിക്കും, എന്ത് വിധി അല്ലെങ്കിൽ എന്ത് ശിക്ഷാ നടപടിയാണ്. വിധിനേക്കാൾ കൂടുതൽ ശിക്ഷാ നടപടിക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മാൻ സിറ്റിയുടെ. ഇപ്പോൾ ഈ പറയുന്ന കാലഘട്ടം 2009 തൊട്ട് 2018 വരെ എന്ന് പറയുമ്പോൾ 3 പ്രീമിയർ ലീഗ് ടൈറ്റിൽ തന്നെ നേടിയിട്ടുണ്ട്. അതല്ലാതെ അതുകൂടാതെ തന്നെ മറ്റുള്ള FA കപ്പും EFL കപ്പും പോലുള്ള ക്ലബ് കപ്പ് കോമ്പറ്റീഷൻസും വിജയിച്ചിട്ടുണ്ട് ഇവർ. പിന്നെ അതിനുശേഷം 2018 തുടങ്ങി 23 വരെ നോക്കുകയാണെങ്കിൽ ഈ ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു 35 ചാർജുകൾ സഹകരിക്കാത്തതിൻ്റെ പേരിൽ, പ്രീമിയർ ലീഗ് വഴി അന്വേഷണം സഹകരിക്കാത്തതിൻ്റെ പേരിൽ കുറച്ച് ചാർജസ് ആ ടൈമിലാണ് വന്നേക്കുന്നത്. ഇനി ആ സമയത്ത് ടൈറ്റിൽസ് എല്ലാം സ്ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം ഉൾപ്പെടും. സോ ഒരുപാട് ക്ലബ്ബുകളുടെ തലവരെയൊക്കെ മാറ്റാൻ കെൽപ്പുള്ള ശിക്ഷാവിധി തന്നെയാണ്. ഒരു ശിക്ഷ ആൻറ്റിസിപ്പേഷനാണ് എല്ലാവർക്കും. സോ കണ്ടറിയണം ഇതിലേതാണ് എന്നുള്ളത്. സോ ഇനി മാൻ സിറ്റി ഗിൽറ്റിയായി പ്രൂവൺ ആയി കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിനെ ആശ്രയിച്ചിരിക്കും എന്ത് ശിക്ഷാ നടപടിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. സോ ഒരു വൈൽഡ് തിയറി, ഫാൻസിൻ്റെ വൈൽഡ് തിയറി പറയുന്നുണ്ട്, മേ ബി പ്രീമിയർ ലീഗിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ, റെലഗേറ്റ് ആയിപ്പെടുകയാണെങ്കിൽ സിറ്റിയിലുള്ള വേൾഡ് ക്ലാസ് പ്ലെയേഴ്സ് എല്ലാം ഒരുമിച്ച് ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരും. സോ ഒരു ചാകര, ചില ക്ലബ്ബുകൾക്ക് ചാകര വന്ന അവസ്ഥയായിരിക്കും ചിലപ്പോൾ. മേ ബി ഒരുപാട് വേൾഡ് ക്ലാസ് പ്ലെയേഴ്സിൻ്റെ തലവര തന്നെ മാറുന്ന ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് മുന്നിൽ വന്നേക്കാം. മേ ബി ഒരു വൈൽഡ് ഫാൻ തിയറിയാണ്. എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഒരു പോയിന്റ്സ് ഡിഡക്ഷനാണ്. ഇഫ് ദേ ആർ പ്രൂവൺ ഗിൽറ്റി ഓൺലി, ഐ തിങ്ക് പോയിന്റ്സ് ഡിഡക്ഷൻ ആയിരിക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരിക. മേ ബി അത് ഈ സീസണിൻ്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത സീസണിൻ്റെ തുടക്കത്തിലായിരിക്കും. ആ ടൈറ്റിൽസ് സ്ട്രിപ്പ് ചെയ്യുന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ബട്ട് ന്യായം എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പ്രീമിയർ ലീഗിൻ്റെ കൈകളിലാണ് ശിക്ഷാ നടപടി എങ്ങനെയാണെന്നുള്ള കാര്യം. അതും ശിക്ഷ വിധിക്കുകയാണെങ്കിൽ, അതായത് കമ്മീഷൻ ഇവരെ കുറ്റക്കാരെ കാണുകയാണെങ്കിൽ മാത്രം അത് 10 ആഴ്ച കഴിഞ്ഞ് അവരുടെ വിധിയെഴുത്തിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം അപ്പീലും കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. സോ മാസങ്ങൾ ഇനിയും കാത്തിരിക്കണം ഇതിനൊരു തീർപ്പ് ഉണ്ടാവാനായിട്ട്. സോ ഈ 115 ചാർജസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, സിറ്റി ഈ കുറ്റക്കാരായി വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് അവർക്ക് നൽകേണ്ടത് എന്നാണ് ഫുട്ബോൾ പ്രേമിയായ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വിശകലനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുട്ബോൾ കണ്ടൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.